കൃഷ്ണദൂതനെ കുറിച്ച് വിതുരർ കുന്തിയോട് പറയുന്നു. തുടർന്ന് ആ ദൂതും പരാജയമായി എന്ന് വിതുരൻ ജ്യേഷ്ഠത്തിയാകുന്ന കുന്തിയോട് പറയുന്നു. അത് കേട്ട് ദുഃഖിതയായി. കൂടാതെ കർണരഹസ്യം കർണൻ അറിഞ്ഞു എന്നുള്ള സത്യവും കുന്തിയോട് വിതുരർ പറയുന്നു. തുടർന്നവൾ തൻ്റെ പുത്രനെ കാണുവാനായി, അതായത് കർണനെ കാണുവാനായി ചിന്തിക്കുന്നു. കർണസമക്ഷം എത്തി തൻ്റെ സഹോദരന്മാരോട് ചേർന്ന് യുദ്ധം ചെയ്യുവാനായി അവൾ അവനോട് പറയുവാനായി ആഗ്രഹിക്കുന്നു. അതിനായി ആ മാതാവ് പുറപ്പെടുന്നു. കാര്യമായി ഒരുങ്ങി ഗംഗാതീരത്തേക്ക് അവൾ നടന്നു. ദയാലുവും സത്യപരനുമായ ആ പുത്രന്റെ വേദാധ്യായ ശബ്ദം കേട്ടുകൊണ്ട്, അതായത് സ്നാനവേളയിലുള്ള വേദാധ്യായ ശബ്ദം കേട്ടുകൊണ്ട് പൃഥ മന്ദം നടന്നു. ഗംഗാതീരത്ത് എത്തി. കിഴക്കോട്ട് നോക്കി ആദിത്യദേവനെ അഭിമുഖീകരിച്ചുകൊണ്ട് കൈപൊക്കി നിൽക്കുന്ന മകന്റെ പിന്നിൽ ചെന്ന് നിന്നു. ജപം നടത്തുന്ന സന്ദർഭം നോക്കി കാര്യസിദ്ധിയെ ഓർത്തു നോക്കി ആ തപസ്വിനി നിന്നു. കർണന്റെ വസ്ത്രത്തിന്റെ നിഴൽ സ്ഥലത്ത് സൂര്യതാപമേറ്റ് അവൾ നിന്നു. കൗരവി പത്നിയായ ആ വാർഷ്ണേയി, അതായത് കുരുവംശത്തിലെ പുത്രന്റെ പത്നിയായ വൃഷ്ണികുല നാരി പത്മിനിയെപ്പോലെ വാടിത്തളർന്നു. യഥവ്രതനായ കർണൻ സൂര്യതാപത്തിൽ ചുട്ടുകൊണ്ട് ജ്വലിച്ച് ജപിച്ചു നിൽക്കെ കണ്ണു തുറന്ന് ഒന്ന് നോക്കി. കുന്തിയെ കണ്ട ഉടനെ തന്നെ സമയോചിതമായ വിധം കുമ്പിട്ട് തൊഴുത് ആദരവോടെ തേജസ്വിയും മാനിയും ധർമ്മനിഷ്ഠനും ഉത്തമനും സൂര്യാത്മജനുമായ വൃഷൻ മന്ദസ്മിതത്തോടുകൂടി കൈകൂപ്പി വിനയപൂർവം പറഞ്ഞു: രാധേയനായ അധിരഥനാകുന്നു നാം കർണനാകുന്നു. ഭവതിയുടെ പാദത്തിൽ ഞാനിതാ നമസ്കരിക്കുന്നു. അവിടുന്ന് എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ എന്ത് ചെയ്യണമെന്ന് ആജ്ഞാപിച്ചാലും? കർണൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ കുന്തി പറഞ്ഞു: മകനെ, കൗന്ദേയനാകുന്നു നീ കുന്തിയുടെ പുത്രനാകുന്നു. നീ രാധേയനല്ല, നീ അധിരഥിയല്ല, നീ സൂര്യവംശജൻ ആകുന്നു. എൻ്റെ വാക്ക് നീ വിശ്വസിക്കുക. കാനികനാകുന്നു നീ, അതായത് കന്യകയിൽ പിറന്നവനാകുന്നു നീ എൻ്റെ പ്രഥമ സന്താനം ആകുന്നു. എൻ്റെ ഉദരത്തിൽ ജന്മം കൊണ്ടവനാകുന്നു നീ. കുന്തി ഭോജഗ്രഹത്തിൽ വെച്ച് ഞാൻ നിന്നെ വയറ്റിൽ എടുത്തു. മകനെ, നീ പാർത്ഥനാകുന്നു, പൃഥയുടെ പുത്രനാകുന്നു. ലോകം മുഴുവൻ പ്രകാശിപ്പിക്കുന്ന തപനനായ ഈ സൂര്യനാകുന്നു നിന്നെ ജനിപ്പിച്ചത്. ശസ്ത്രമുഖ്യനായ നിന്റെ അച്ഛൻ സാക്ഷാൽ സൂര്യഭഗവാൻ ആകുന്നു. ചട്ടയിട്ടവനും കുണ്ടലമണിഞ്ഞവനും ശ്രീ വിളങ്ങുന്നവനും ദുർദർശനമായ നീ എൻ്റെ അച്ഛൻ്റെ ഗൃഹത്തിൽ വെച്ചാണ് ജനിച്ചത്. നീ നിന്റെ അനുജന്മാരെ അറിയാതെയാകുന്നു മോഹത്താൽ ധാർതരാഷ്ട്രനെ സേവിക്കുന്നത്. ഉണ്ണി, ഇത് നിനക്ക് ഒട്ടും തന്നെ ചേർന്നതല്ല. നരന്മാർക്ക് ഇതാണ് ധർമ്മഫലം. പിതൃക്കളും പ്രസവിച്ച മാതാവും സന്തോഷിക്കണം എന്നുള്ളതാണ് ധർമ്മം. അർജുനൻ മുമ്പേ നേടിയതും അതുതന്നെയാകുന്നു. കർണാർജുനന്മാർ രാമകൃഷ്ണന്മാരെ പോലെ സഹോദര സ്നേഹത്തോടുകൂടി നിൽക്കട്ടെ. നിങ്ങളുടെ അമ്മയായ ഞാനതൊന്ന് കാണട്ടെ. ഹേ കർണ, നീ തീർച്ചയായും 5 സഹോദരന്മാരോടുകൂടി ശോഭിക്കും. യാഗവേദിയിൽ ദേവന്മാരോട് ചേർന്ന് നിൽക്കുന്ന ബ്രഹ്മദേവനെ പോലെ നീ ശോഭിക്കും. ശ്രേഷ്ഠ ബന്ധുക്കളിൽ ജ്യേഷ്ഠനും സർവഗുണങ്ങളും തികഞ്ഞവനായ നിനക്ക് സൂതപുത്രൻ എന്നുള്ള പേര് ചേരില്ലുണ്ണി. നീ വീര്യവാനായ പാർത്ഥനാകുന്നു. ഇപ്രകാരം തൻ്റെ പുത്രനാകുന്നു കർണൻ എന്നുള്ള സത്യം കുന്തിമാതാവ് കർണസമക്ഷം ചെന്ന് പറയുന്നു. അവനോട് പാണ്ഡവ പക്ഷത്തിലേക്ക് ചേർന്ന് യുദ്ധം ചെയ്യുവാനായി ആ മാതാവ് കേണുകൊണ്ട് പറയുന്നു എന്നുള്ള സന്ദർഭം മഹാഭാരതം ഉദ്വേഗപർവത്തിൽ ഉപപർവം കുന്തികർണ സമാഗമം എന്ന ഭാഗത്ത് പറയുന്നു.